റോഡിലിറങ്ങിയാൽ ഒരുപക്ഷെ വലിയ മൂത്രശങ്കയൊക്കെ പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ റോഡിലിറങ്ങി നോക്കുമ്പോൾ പൊതു ശൗചാലയങ്ങൾ അങ്ങനെ കാണാറില്ല. കൊല്ലത്തും അങ്ങനെ ഒരു അനുഭവം ഒരു വ്യക്തിക്കുണ്ടായി. ഉണ്ണി ദിനകർ എന്നാണ് എന്നോടൊപ്പം ഉള്ള ആളുടെ പേര്. ചേട്ടൻ കൊല്ലം സ്വദേശിയാണ് അല്ലേ? ഇദ്ദേഹത്തിന് കൊല്ലം നഗരത്തിലൂടെ എത്തുമ്പോഴാണ് ഇത്തരം ഒരു പൊതു ശൗചാലയം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരാളെ ഒരവസ്ഥ മനസ്സിലാവുന്നത്. എന്തായിരുന്നു ചേട്ടാ സംഭവം? ഞാൻ പിന്നെ കൊല്ലം ചിന്നക്കടയിൽ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ് 10,000-കണക്കിന് ആൾക്കാർ ദിവസേന വന്നു പോകുന്നുണ്ടാവും. ഒരു ദിവസം വരുമ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സൈഡിലൂടെ പിടിച്ചുകൊണ്ട് പോയി മൂത്രമൊഴിച്ചു. ആ കണ്ട വേദനയാണ് ഞാൻ പ്രധാനമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, പിന്നെ PWD മന്ത്രിക്ക്, മേയർക്ക്, കോർപ്പറേഷൻ സെക്രട്ടറിക്ക്, MP-ക്ക് ഇവർക്ക് എല്ലാം രജിസ്റ്റേർഡ് പോസ്റ്റിൽ ലെറ്റർ അയച്ചു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾ അയക്കരുതെന്ന് പറഞ്ഞു. മലയാളത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ലെറ്റർ അയച്ചു. മലയാളത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രമല്ല, മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് മേയർക്ക് വരെയുള്ള എല്ലാവർക്കും രജിസ്റ്റേർഡ് പോസ്റ്റിലാണ് ചേട്ടൻ ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി വന്നു. പക്ഷെ മറുപടി മലയാളത്തിൽ ഒരിക്കലും അപേക്ഷ അയക്കരുത് എന്നുള്ളതാണ്. മറ്റൊന്നും കൂടാതെ സംസ്ഥാനത്തേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു സംസ്ഥാനത്തേക്ക് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വമാണ് മലയാളത്തിലേക്ക് പ്രധാനമന്ത്രിക്ക് അയച്ചത്. കാരണം എന്ന് വെച്ചാൽ ദേശീയതയായിട്ട് ബന്ധപ്പെട്ട് വിവിധ ദേശീയതയാണ്, ഏകതയല്ല നമുക്ക് വേണ്ട. അപ്പോൾ അതുമായിട്ട് വൈവിധ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിക്ക് അയച്ചത്. അവിടുന്ന് പക്ഷേ വന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളത്തിൽ എഴുതരുത്, ഇംഗ്ലീഷിലേ എഴുതാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണും. എന്നിട്ട് കേരളത്തിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടു. പിന്നെ അവിടുന്ന് യാതൊരു മറുപടിയും വന്നിട്ടില്ല. പക്ഷേ മേയറുടെ അവിടുന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അവിടുന്നോ വകുപ്പ് മന്ത്രിയുടെ അവിടുന്നോ ഇന്ന് വന്നത് PWD ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു നടപടി ഒരു ഇതും വന്നിട്ടില്ല. അതിന്റെ ലെറ്റർ വന്നു, അല്ലാതെ ഒന്നും വന്നില്ല. മേയറുടെ അവിടുന്നോ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ അവിടുന്നോ പിന്നെ MP-യുടെ അവിടുന്നോ പ്രേമചന്ദ്രൻ സാറിനും അയച്ചു. ആരുടെ അവിടുന്നൊന്നും അയച്ചില്ല. അത് മാത്രമല്ല, ഞാൻ പ്രധാനമന്ത്രി കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ MLA കൊടുത്ത ഒരു ഡിസ്ട്രിക്റ്റാണ് കൊല്ലം. ആ കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ ഹൃദയഭാഗം, ചിന്നക്കട, അവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല. അതെന്ത് കഷ്ടമാണ്. എത്ര ശൗചാലയം ഇല്ല എന്നുള്ളതാണ്. അതാണ് അവിടെ മാത്രമല്ല, കുമാർ തിയേറ്റർ ഉണ്ട് ഇതിന്റെ അടുത്തുള്ള, നാണി എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട്. അതിന്റെ മുമ്പിൽ ശൗചാലയത്തിൽ അതായത് ദിവസേന 10,000-കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഓട്ടോ തൊഴിലാളികളുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെ വിദ്യാർത്ഥികളുണ്ട്. സഹജീവി സ്നേഹമാണ് ഉണ്ണിച്ചേട്ടന് തോന്നിയത്. ഒരു സഹജീവി സ്നേഹമാണ്. അങ്ങനെ എല്ലാവർക്കും തോന്നണമില്ല. ആ സഹജീവി സ്നേഹത്തിന്റെ ഒരു മനസ്സുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു ലെറ്റർ അയക്കാൻ തീരുമാനമെടുക്കുന്നത്. എനിക്ക് മുന്നിൽ രജിസ്റ്റേർഡ് പോസ്റ്റാണ്. ഇത്രയും രജിസ്റ്റേർഡ് പോസ്റ്റ് മലയാളത്തിൽ അയച്ചിട്ടാണ് ഉണ്ണിച്ചേട്ടൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പരിഹാരം ഉണ്ടായില്ല. അതിന്റെ വേദനയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് പരിഹാരം. ഇത്രയും നാട് പിന്നെ വാനോളം ഉയർന്നു ഇന്ത്യ എന്ന് പറയുമ്പോഴും ഒരു മൂത്രമൊഴിക്കാൻ ഒരു ഇടമില്ലാത്തടത്ത് എത്ര വളർന്നിട്ടും വളർച്ചയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അധികാരികളോട് പറയാനുള്ളത് എന്താണ്? ഈ കണ്ണ് തുറക്കാത്ത അധികാരികളോട് എനിക്ക് പറയാനുണ്ട്. അവരോട് പറയേണ്ടത്, അവരിറങ്ങി സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിലൂടെ നടക്കണം വല്ലപ്പോഴുമെങ്കിലും. MLA MP എന്നും ആവാം. അത് കഴിഞ്ഞ് അവർ പുറത്തു പോകും. ഇന്നലകളിൽ അവർ ഈ തെരുവിലൂടെ നടന്നതാണ്. ആ തെരുവ് എത്ര അശുദ്ധമായി കിടക്കുന്നു എന്നുള്ളത് അവർ കണ്ടറിഞ്ഞിട്ട് വേണം. പ്രത്യേകിച്ച് ഇടതുപക്ഷം സാധാരണപ്പെട്ട മനുഷ്യരിലൂടെ വന്ന മനുഷ്യരാണ്. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. എന്നിട്ടും പരിഹാരം ഉണ്ടാകും. യാതൊരു പരിഹാരം ഉണ്ടാകും. അതാ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. വ്യവസ്ഥയോടുള്ള എതിർപ്പ് തീർച്ചയായിട്ടും. പ്രത്യേകം പറഞ്ഞെന്താണെന്നറിയോ, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ 12-ൽ 11 കൊടുത്തിട്ടാണ് വിജയിപ്പിച്ചത്. ആ ഒരു ഇതുപോലും അവർ കാണിക്കുന്നില്ല. ഈ കൊല്ലം ടൗണ് നിങ്ങൾ എങ്ങനെ നോക്കിയാലും അശുദ്ധിയുടെ ഒരു പ്രതീകമായി തന്നെ കൊല്ലം ടൗൺ നടക്കുന്നത്. എനിക്ക് എൻ്റെ ആഗ്രഹമാണ്, മരിക്കുന്നതിന് മുമ്പ് കൊല്ലം ടൗൺ ശുദ്ധീകരിച്ച് കണ്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഒറ്റയാൾ പോരാട്ടമാണ് ഉണ്ണിച്ചേട്ടൻ നടത്തുന്നത്. എന്തായാലും ആ പോരാട്ടം വിജയിക്കട്ടെ എന്ന് മാത്രമേ ഇഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. ഉണ്ണിച്ചേട്ടന്റെ പോരാട്ടത്തിനൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കൊല്ലം നഗരത്തിൽ ഒരു പൊതു ശൗചാലയമില്ല, ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകേണ്ടത് അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാണ്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.